അതുകൊണ്ട് ആ തരത്തിലേക്കുള്ള ഇടപെടൽ നഗരസഭയുടെ ഭാഗത്ത് അങ്ങയുടെ ഈ കഴക്കൂട്ടത്തുള്ള നായ്ക്കൾ കൂടുതലും ഏത് പ്രായമുള്ള നായ്ക്കളാണ്? ഒരു 4 മാസം പ്രായമുള്ളതാണ്? അതെല്ലാം എന്റെ സംശയം ചോദിച്ചതേ ഉള്ളൂ. അതെ, തെരുവുനായ്ക്കളെല്ലാം പല ഘട്ടത്തിലും നേരത്തെ ഞാൻ പറയാം, ചെയ്ത കാര്യങ്ങൾ പറയാം. ഇതുവരെയും പറയാത്ത ചില കാര്യങ്ങൾ പറയാം. 2021 മുതൽ അവിടുത്തെ വീട്ടുടമ പരിഹരിക്കണമെന്ന് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടും പരിഹരിക്കാൻ കഴിയാതിരുന്ന കാട്ടായിക്കോണത്തെ വീട്ടിലെ പ്രശ്നം അവർ പറഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ പരിഹരിച്ച് ആ നായ്ക്കൾ ഷെൽട്ടറിൽ വളരെ നന്നായിട്ട് പാർക്കുന്നു. എന്താ അല്ലേ, ആ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് തന്നെ ചിരി വന്നിട്ട് മേല. വിവരാജേഷനല്ലേ കലക്ക മറുപടി കൊടുത്തത്, മാസ് മറുപടി എന്ന് വേണമെങ്കിൽ പറയാം. ആ നായകൾക്ക് ഏകദേശം 4 മാസം പ്രായം ആയണമെന്ന്. അതായത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP കയറിയിട്ട് ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 4 മാസവും ഒരു 10-20 ദിവസവും അങ്ങാണ്ടായിട്ടുള്ളൂ. അപ്പം അവിടെ വീണ്ടും നായശല്യം, തെരുവുനായശല്യം എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങൾ കയറിയിട്ട് 4 മാസമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജനിച്ച നായയാണോ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അല്ല, നല്ല പ്രായമൊക്കെ ഉള്ള നായയാണെന്ന്. അപ്പോൾ ഈ പ്രായമുള്ള നായ ഏത് സമയത്താണ് അവിടെ ജനിച്ചത്? അപ്പോൾ ഇതിനു മുമ്പ് തന്നെ പരിഹാരം കാണാഞ്ഞത്. ഒരു 4 മാസം വരെ പ്രായമായതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പരിഹാരം ഉണ്ടാക്കാം, ഞങ്ങളുടെ കുഴപ്പമാണെന്നേ. അതാ വിവരാജേഷ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ കയറിയിട്ട് 4 മാസമല്ലേ ആയുള്ളൂ. അപ്പോൾ ആ സമയത്ത് പട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത് നമ്മുടെ ഉത്തരവാദിത്തം, നമുക്ക് ചെയ്യാം. അല്ലാതെ 2-3 വയസ്സുള്ള പട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാനായിട്ടാ? അല്ല, ചെയ്തു, ഷെൽട്ടറിലാക്കിയെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇതിന് മുമ്പിരുന്ന ആൾക്കാർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നല്ലോ. ചെയ്യുന്നതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ പ്രതികരിക്കാൻ വരുന്ന BJPക്കാരോട് ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് മഹിളാ മോർച്ച സമരം ചെയ്തല്ലോ. അതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ ഒരു കാരണവശാലും ഇതിനെ എതിർക്കാൻ പാടില്ല. അതായത് വെറും 4 മാസമായിട്ടുള്ളൂ BJP ഇവിടെ ഭരണത്തിൽ കയറിയിട്ട്. അന്നേരം തന്നെ ഇവന്മാർ തുടങ്ങിയല്ലോ. അത് തന്നെയല്ലേ ഇവരും കാണിച്ചത്. അത് സർക്കാർ പോലും ആയിട്ടില്ല, മുഖ്യമന്ത്രിയെ മാത്രം പ്രഖ്യാപിച്ചതേ ഉള്ളൂ. അവർക്കൊന്നും ഇരിക്കാൻ പോലും സമയം കിട്ടില്ല, അതിന് മുമ്പേ സമരം ചെയ്തു. അപ്പോൾ അതിനെ അനുകൂലിക്കുന്നവർക്ക് ഇതിനെതിരെ സംസാരിക്കാനായിട്ട് വോയിസ് ഇല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞാൽ ശരിയല്ലേ? ഇവിടെ സുരേഷ് ഗോപിയുടെ പുറകെ നടന്നു കഴിഞ്ഞപ്പോൾ, ലോകത്തോരെ ഒരു MP സുരേഷ് ഗോപി, ആ MPയുടെ പുറകെ ഇവിടെ കുറേ ആൾക്കാർ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും BJPക്കാർ എതിർത്തല്ലോ. അതുപോലെ തന്നെ VV രാജേഷ് അവിടെ മേയറായി കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയപ്പോഴത്തേക്കും എതിർത്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നില്ല, 15-ാം തീയതി എന്ന് പറഞ്ഞു, അങ്ങനെയൊന്ന് പറഞ്ഞു പോയി. അതിനെതിരെ ഉടനെ സമരം ചെയ്തെങ്കിൽ അതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളും മിണ്ടാൻ പാടില്ല. അത്രേ ഉള്ളൂ.